നമസ്കാരം, ഏവർക്കും റാങ്ക് ഫയൽ എന്ന ഈ യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം. നിങ്ങൾ ആദ്യമായിട്ടാണ് ഈ ചാനൽ കാണുന്നതെങ്കിൽ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ ഇനേബിൾ ചെയ്യുക. വീഡിയോ ഇഷ്ടമാവുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. ഇന്നത്തെ ടോപ്പിക് ഇന്ത്യയുടെ ഭൂപ്രകൃതി. ഇന്ത്യയുടെ ഭൂപ്രകൃതിയെ 5ആയി തരംതിരിച്ചിരിക്കുന്നു. അവ ഇതെല്ലാമാണ്: ഉത്തര പർവ്വത മേഖല, ഉത്തര മഹാസമതലം, ഉപദ്വീപീയ പീഠഭൂമി, തീരപ്രദേശങ്ങൾ, ദ്വീപുകൾ. ഇന്ത്യ ഏകദേശം 10.7% പർവ്വതങ്ങളായും 18.5% കുന്നുകളായും 27.7% പീഠഭൂമികളായും 43.2% സമതലങ്ങളായും കാണപ്പെടുന്നു. ഉത്തരപർവ്വത മേഖല ലഡാക്കിന് വടക്കു പടിഞ്ഞാറ് മുതൽ ഇന്ത്യയുടെ കിഴക്കൻ അതിർത്തിയായ അരുണാചൽ പ്രദേശ് വരെ വ്യാപിച്ചു കിടക്കുന്ന ഉത്തരപർവ്വത മേഖല ഇന്ത്യൻ കാലാവസ്ഥയെ സ്വാധീനിക്കുകയും പ്രകൃതിദത്തമായ കോട്ടയായി നിലകൊള്ളുകയും നദികളുടെ ഉത്ഭവ പ്രദേശമായിരിക്കുകയും ചെയ്യുന്നു. ശൈത്യകാലത്ത് മധ്യ ഏഷ്യയിൽ നിന്നും വീശുന്ന ശീതക്കാറ്റിനെ ഇന്ത്യയിലേക്ക് കടത്തിവിടാതെ സംരക്ഷിക്കുന്നതും മൺസൂൺ കാറ്റുകളെ തടഞ്ഞു നിർത്തി ഉത്തരേന്ത്യയിൽ ഉടനീളം മഴ പെയ്യിക്കുന്നതും വടക്ക് പടിഞ്ഞാറ് നിന്നുള്ള ആക്രമണങ്ങളിൽ നിന്നും ഒരു പരിധിവരെ നമ്മെ സംരക്ഷിക്കുന്നതും ഉത്തരപർവ്വത മേഖലയാണ്. ഉത്തരപർവ്വത മേഖലയെ ആ മേഖലയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരകളുടെ അടിസ്ഥാനത്തിൽ 3 വിഭാഗങ്ങളായി തരംതിരിച്ചിരിക്കുന്നു: ട്രാൻസ് ഹിമാലയൻ നിരകൾ, ഹിമാലയൻ നിരകൾ, പൂർവാചൽ അല്ലെങ്കിൽ കിഴക്കൻ മലനിരകൾ. ട്രാൻസ് ഹിമാലയൻ നിരകൾ ജമ്മു കാശ്മീരിൻ്റെയും ലഡാക്കിൻ്റെയും വടക്കും വടക്ക് കിഴക്കുമായി സ്ഥിതി ചെയ്യുന്ന പർവ്വത മേഖലയായ ട്രാൻസ് ഹിമാലയം ഹിമാലയ പർവ്വതത്തിൻ്റെ വടക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്നു. ഹിമാദ്രിക്ക് വടക്കായി സസ്കർ പർവ്വതനിരകൾക്ക് സമാന്തരമായി ട്രാൻസ് ഹിമാലയം സ്ഥിതി ചെയ്യുന്നു. ഇതിൻ്റെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഇതിൻ്റെ ഭാഗമായിട്ടുള്ള ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീർ, ലഡാക്ക് എന്നിവ. ഇന്ത്യയിലെ ട്രാൻസ് ഹിമാലയൻ നിരയിൽ ഉൾപ്പെടുന്ന പ്രധാന പർവ്വതനിരകളാണ് കാരക്കോറം, ലഡാക്ക്, സസ്കർ എന്നിവ. ഇതിൽ ജമ്മു, ശ്രീനഗർ എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിരകളായ സസ്കറിൽ ഉള്ള ചുരങ്ങളാണ് ഷിപ്കില, ലിബുലേഖ്, മനചുരം എന്നിവ. ലോകത്തിൻ്റെ മേൽക്കൂര എന്ന് വിശേഷിപ്പിക്കുന്ന പീഠഭൂമിയായ പാമീർ പീഠഭൂമിയിലെ പർവ്വതക്കെട്ടിൽ നിന്നും വിഭിന്ന ദിശകളിലേക്ക് പിരിഞ്ഞു പോകുന്ന പർവ്വതനിരകളാണ് ഹിന്ദുക്കുഷ്, സുലൈമാൻ, ടിയാൻ ഷാൻ, കുൻലുൻ, കാരക്കോറം എന്നിവ. ട്രാൻസ് ഹിമാലയത്തിന് വടക്കായി ഇന്ദിരാക്കോൾ സ്ഥിതി ചെയ്യുന്ന മലനിരയായ കാരക്കോറം ഉയർന്ന ഏഷ്യയുടെ നട്ടെല്ല് എന്നറിയപ്പെടുന്നു. ലോകത്തിലെ ഉയരം കൂടിയ രണ്ടാമത്തെ കൊടുമുടി കാരക്കോറം പർവ്വതനിരയിൽ സ്ഥിതി ചെയ്യുന്ന ഗോഡ്വിൻ ഓൺസ്റ്റീൻ മൗണ്ട് K2 ആണ്. 8611 മീറ്റർ ഉയരമുള്ള ഇതിൻ്റെ പ്രാദേശിക പേരുകൾ ദാബ്സാങ്, ലംബാ പഹാർ എന്നിവയാണ്. കാരക്കോറം പർവ്വതനിരകളിലെ പ്രധാന ഹിമാനികളാണ് സിയാച്ചിൻ, BFO, ബാൾട്ടോറോ, ഹിസ്പൂർ എന്നിവ. ഇന്ത്യയിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയായ ലഡാക്ക് ഇന്ത്യയിലെ തണുത്ത മരുഭൂമി എന്നും ലിറ്റിൽ ടിബറ്റ് എന്നിങ്ങനെ അറിയപ്പെടുന്നു. ദ്രാസ് ആണ് ലഡാക്കിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന പ്രദേശം. അഫ്ഗാനിസ്ഥാൻ, ചൈന എന്നീ രാജ്യങ്ങളുമായി ഇന്ത്യക്ക് അതിർത്തിയായി നിലകൊള്ളുന്ന പർവ്വതനിരയായ കാരക്കോറം സംസ്കൃത കൃതികൾ കൃഷ്ണഗിരി എന്ന് പരാമർശിച്ചിരിക്കുന്ന പർവ്വതനിരയാണ്. ഇന്ത്യയിലെ തണുത്ത മരുഭൂമി ലഡാക്കും ഉഷ്ണമരുഭൂമി ഥാറും വെളുത്ത മരുഭൂമി റാൻ ഓഫ് കച്ചുമാണ്. ഹിമാനികൾ ഭൂമിയിലെ ഏറ്റവും വലിയ ശുദ്ധജല സ്രോതസ്സാണ് ഹിമാനികൾ. ഹിമാലയൻ മേഖലയിലെ പ്രധാന ഹിമാനികളാണ് ഗംഗോത്രി, യമുനോത്രി, സിയാച്ചിൻ, ബാൾട്ടറോ, ബിയാഫു, ബന്ധുര എന്നിവ. ഇതിൽ ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ യുദ്ധക്കളമായ സിയാച്ചിൻ ലോകത്തിൽ ധ്രുവ പ്രദേശങ്ങളില്ലാത്ത രണ്ടാമത്തെ നീളമേറിയ ഹിമാനിയാണ്. ഒന്നാമത്തേത് താജിക്കിസ്ഥാനിലെ ഫെഡ്ചെൻകോ ആണ്. കാരക്കോറം പർവ്വതനിരയിലെ ഏറ്റവും നീളമേറിയ ഹിമാനിയായ സിയാച്ചിൻ 76 കിലോമീറ്റർ, മൂന്നാം ധ്രുവം എന്ന് അറിയപ്പെടുന്നു. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ ഹിമപീഠഭൂമി, ലോകത്തിലെ ഏറ്റവും ഉയരമേറിയ ഹെലിപാഡ്, റോസാപ്പൂക്കൾ സുലഭം എന്നർത്ഥം വരുന്ന യുദ്ധഭൂമി, ഇത് എല്ലാം തന്നെ സിയാച്ചിൻ ആണ്. ഓപ്പറേഷൻ മേഘദൂത് 1984 ഇന്ത്യൻ സേന സിയാച്ചിൻ ഹിമാനിയെ നിയന്ത്രിക്കാൻ നടത്തിയ ഓപ്പറേഷനാണ്. ഈ ഹിമാനിയിൽ നിന്നും ഉത്ഭവിക്കുന്ന നദിയാണ് നുംബ്ര.
നുംബ്ര നദി ചെന്ന് ചേരുന്നത് സിന്ധു നദിയുടെ പോഷക നദിയായ മരണത്തിൻ്റെ നദി എന്നറിയപ്പെടുന്ന ഷ്യോക്ക് നദിയിലേക്കാണ്. ഹിമാലയൻ പ്രദേശത്തെ രണ്ടാമത്തെ വലിയ ഹിമാനിയാണ് കാരക്കോറത്തിൽ സ്ഥിതി ചെയ്യുന്ന ബാൽത്തോറോ ഹിമാനി. പീർ പഞ്ചൽ പ്രദേശത്തിലെ നീളം കൂടിയ ഹിമാനി സോനാപാനി ഹിമാനിയും വടക്കൻ ഹിമാലയത്തിലെ ഏറ്റവും വലിയ ഹിമാനി സെമു ഹിമാനിയുമാണ്. കേദാർനാഥ് ക്ഷേത്രത്തിന് വടക്കായി സ്ഥിതി ചെയ്യുന്ന ചെറാബാരി ഹിമാനി ഉരുകുന്നതിൻ്റെ ഫലമായി രൂപപ്പെടുന്ന തടാകമാണ് ഗാന്ധി സരോവർ. ചലിക്കുന്ന മഞ്ഞുപാളികളായ ഹിമാനികളുടെ അപരദന ഭൂരൂപങ്ങൾ സൃഷ്ടിക്കപ്പെടാൻ കാരണം ഹിമാനിയുടെ അടിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന പാറക്കഷ്ണങ്ങൾ അവ സഞ്ചരിക്കുന്ന പ്രതലങ്ങളെ ഉരച്ച് മിനുസപ്പെടുത്തുന്നതിനാലാണ്. പ്രധാന ഹിമാനിയ അപരദന ഭൂരൂപങ്ങളാണ് സിർഖ്, ഹോൺ, സ്റ്റെറ്റേഡ് റിഡ്ജുകൾ, ഹിമാനീകൃത താഴ്വരകളായ യു-രൂപ താഴ്വരകൾ. പ്രധാന ഹിമാനിയ നിക്ഷേപണ ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ, എസ്കലറുകൾ, ഡ്രംലിനുകൾ. ഹിമാനികളുടെ അപരദന ഫലമായി ഉണ്ടാകുന്ന ചാരുകസയുടെ രൂപത്തിലുണ്ടാകുന്ന താഴ്വരകളാണ് സിർക്കുകൾ. താഴ്വരകളിലൂടെ ഹിമാനികൾ കടന്നു പോകുമ്പോൾ അപരദനം നിമിത്തം പൊതുവെ നിരപ്പായ അടിത്തട്ടും ചെങ്കുത്തായ വശങ്ങളുള്ള യു-രൂപ ഹിമത്താഴ്വരകൾ രൂപപ്പെടുന്നു. ഹിമാനികൾ വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ ഹിമത്താഴ്വരയുടെ വിവിധ ഭാഗങ്ങൾ നിക്ഷേപിക്കപ്പെടുന്നു. ഈ നിക്ഷേപ ഭൂരൂപങ്ങളാണ് മൊറൈനുകൾ. ഹിമാലയൻ നിരകൾ. മഞ്ഞിൻ്റെ വാസസ്ഥലം എന്നർത്ഥമുള്ള ഹിമാലയ പർവ്വതനിരകളുടെ സ്ഥാനം ട്രാൻസ് ഹിമാലയത്തിനും വടക്കൻ മലനിരകൾക്കുമിടയിൽ വടക്കു പടിഞ്ഞാറ് തെക്ക് കിഴക്ക് ദിശയിൽ ഏകദേശം വിസ്തൃതി 5,00,000 ചതുരശ്ര കിലോമീറ്ററാണ്. പടിഞ്ഞാറ് സിന്ധു മുതൽ കിഴക്ക് ബ്രഹ്മപുത്ര വരെ ഏകദേശം 2,400 കിലോമീറ്റർ ദൂരം ഹിമാലയം വ്യാപിച്ചു കിടക്കുന്നു. ഏഷ്യയുടെ വാട്ടർ ടവർ എന്നറിയപ്പെടുന്ന ഹിമാലയ പർവ്വതനിര കിഴക്കോട്ട് പോകുന്തോറും ഉയരവും വീതിയും കുറഞ്ഞു വരുന്നു. ഈ പർവ്വതത്തിൻ്റെ വീതി കാശ്മീർ, ലഡാക്ക് ഭാഗത്ത് 400 കിലോമീറ്ററും അരുണാചൽ പ്രദേശിൽ 150 കിലോമീറ്ററുമാണ്. ഇത് നിർമ്മിച്ചിരിക്കുന്ന ശിലകളാണ് അവസാദ ശിലകളും കായാന്തരിത ശിലകളും. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര, ലോകത്തിലെ ഏറ്റവും വലിയ മടക്ക് പർവ്വതം, ലോകത്തിലെ ഏറ്റവും പ്രായം കുറഞ്ഞ മടക്ക് പർവ്വതം ഇവ എല്ലാം തന്നെ ഹിമാലയമാണ്. ഉത്തര പർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയാണ് ഹിമാലയൻ നിരകളുടെ ഏറ്റവും തെക്കുഭാഗം. ഹിമാലയ പർവ്വത രൂപീകരണ പ്രക്രിയകളുടെ ഫലമായി അപ്രത്യക്ഷമാവുകയും ഇപ്പോഴും ഭൂമിക്കടിയിലൂടെ ഒഴുകുകയും ചെയ്യുന്നു എന്ന് വിശ്വസിക്കപ്പെടുന്ന നദിയാണ് സരസ്വതി. ഹിമാലയവുമായി അതിർത്തി പങ്കിടുന്ന രാജ്യങ്ങളാണ് ഇന്ത്യ, പാകിസ്ഥാൻ, ചൈന, നേപ്പാൾ, ഭൂട്ടാൻ, അഫ്ഗാനിസ്ഥാൻ, ബംഗ്ലാദേശ്, മ്യാൻമർ എന്നിവ. ഹിമാചൽ പ്രദേശ്, ഉത്തരാഖണ്ഡ്, സിക്കിം, പശ്ചിമ ബംഗാൾ, മേഘാലയ, അസം, ത്രിപുര, മിസോറം, മണിപ്പൂർ, നാഗാലാൻഡ്, അരുണാചൽ പ്രദേശ് എന്നീ 11 സംസ്ഥാനങ്ങളാണ് ഹിമാലയ പർവ്വതനിരയുടെ അതിർത്തി പങ്കിടുന്ന ഇന്ത്യൻ സംസ്ഥാനങ്ങൾ. ഹിമാലയത്തിൻ്റെ ഭാഗമായി വരുന്ന 2 ഇന്ത്യൻ കേന്ദ്രഭരണ പ്രദേശങ്ങളാണ് ജമ്മു കാശ്മീരും ലഡാക്കും. ഹിമാലയത്തിലെ 3 സമാന്തര പർവ്വതനിരകളാണ് ഹിമാദ്രി, ഹിമാചൽ, സിവാലിക്. ഹിമാദ്രി ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതനിര, ഹിമാലയത്തിൻ്റെ വടക്കേ അറ്റത്തുള്ള പർവ്വതനിര, ഹിമാലയത്തിൻ്റെ നട്ടെല്ല്, ഗ്രേറ്റർ ഹിമാലയ, ഇന്നർ ഹിമാലയ എന്നിങ്ങനെ അറിയപ്പെടുന്ന ഹിമാദ്രിയുടെ ശരാശരി ഉയരം 6000 മീറ്ററാണ്. ഇതിൽ നിന്നും ഉത്ഭവിക്കുന്ന 2 നദികളാണ് ഗംഗ, യമുന. ഹിമാലയം ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യൻ സംസ്ഥാനം അരുണാചൽ പ്രദേശും 15.69%, ഒരു ഭാഗത്ത് ഹിമാലയവും മറുഭാഗത്ത് സമുദ്രവുമുള്ള ഏക ഇന്ത്യൻ സംസ്ഥാനം പശ്ചിമ ബംഗാളുമാണ്. ഹിമാദ്രിക്ക് വടക്കായി ടിബറ്റ് വരെ നീളുന്ന ഹിമാലയം അറിയപ്പെടുന്നത് തെതിസ് ഹിമാലയം എന്നാണ്. മൗണ്ട് എവറസ്റ്റ്, കാഞ്ചൻജംഗ, നംഗ പർവ്വതം എന്നീ പർവ്വതനിരകൾ ഹിമാദ്രിയിലാണ് സ്ഥിതി ചെയ്യുന്നത്. ലോകത്തിലെ ഏറ്റവും അപകടകാരിയായ പർവ്വതനിര അന്നപൂർണയും ദയാമീർ, പർവ്വതങ്ങളുടെ രാജാവ് എന്ന പ്രാദേശിക പേരിൽ അറിയപ്പെടുന്ന പർവ്വതം നംഗ പർവ്വതവുമാണ്. മൗണ്ട് എവറസ്റ്റ് ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും ഹിമാലയത്തിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയും എവറസ്റ്റാണ്. 2020 ഡിസംബറിൽ ചൈനയും നേപ്പാളും ചേർന്ന് അംഗീകരിച്ച എവറസ്റ്റ് കൊടുമുടിയുടെ പുതിയ സ്റ്റാൻഡേർഡ് ഉയരം സമുദ്രനിരപ്പിൽ നിന്നും 8848.86 മീറ്റർ അല്ലെങ്കിൽ 29,031.69 അടിയാണ്. സർവേ ഓഫ് ഇന്ത്യ 1954 അംഗീകരിച്ചിരുന്ന എവറസ്റ്റിൻ്റെ ഉയരം 8848 മീറ്റർ ആണ്.
ഓരോ വർഷവും ഏകദേശം 2 സെൻറ്റിമീറ്റർ എവറസ്റ്റ് കൊടുമുടിയുടെ ഉയരം കൂടുന്നുണ്ട്. എവറസ്റ്റ് സ്ഥിതി ചെയ്യുന്ന രാജ്യം നേപ്പാളും. അവിടെ ഈ കൊടുമുടി അറിയപ്പെടുന്നത് സാഗർമാത എന്നുമാണ്. കാഞ്ചൻജംഗ പൂർണ്ണമായും ഇന്ത്യയിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സിക്കിമിലെ കാഞ്ചൻജംഗ 8586 മീറ്റർ. രണ്ടാമത്തേത് നന്ദാദേവി ഉത്തരാഖണ്ഡ്. ലോകത്തിലെ ഏറ്റവും ഉയരം കൂടിയ മൂന്നാമത്തെ കൊടുമുടി തർക്കരഹിത ഇന്ത്യൻ പ്രദേശത്തെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സിക്കിമിൻ്റെ ഗാർഡിയൻ ഡയറ്റി എന്നും അറിയപ്പെടുന്നത് കാഞ്ചൻജംഗയാണ്. മഞ്ഞിലെ 5 നിധികൾ എന്നർത്ഥം വരുന്ന കാഞ്ചൻജംഗ കൊടുമുടി 5 കൊടുമുടികൾ ചേർന്നാണ് രൂപപ്പെട്ടിട്ടുള്ളത്. സ്വർണം, വെള്ളി, രത്നങ്ങൾ, ധാന്യങ്ങൾ, പുണ്യപുസ്തകങ്ങൾ എന്നിവയാണ് 5 കൊടുമുടികൾ പ്രദാനം ചെയ്യുന്നത്. കൊടുമുടിയുടെ ശൃംഗത്തിൽ ചവിട്ടരുത് എന്ന വ്യവസ്ഥയോടെ മാത്രം പർവ്വതാരോഹരെ കയറ്റിവിടുന്ന കൊടുമുടിയാണിത്. 2016 ജൂലൈ 17 ഇസ്താംബൂളിൽ നടന്ന യുനെസ്കോയുടെ ലോക പൈതൃക കമ്മിറ്റിയിൽ സിക്കിമിലെ കാഞ്ചൻജംഗ ദേശീയ ഉദ്യാനത്തിനെ മിക്സഡ് ക്രൈറ്റീരിയ ഇനത്തിൽ ഉൾപ്പെടുത്തി. ഹിമാലയത്തിലെ പ്രധാന കൊടുമുടികൾ. മൗണ്ട് എവറസ്റ്റ്, നേപ്പാൾ 8848.86 മീറ്റർ. കാഞ്ചൻജംഗ, ഇന്ത്യ 8586 മീറ്റർ. മഗലു, നേപ്പാൾ 8481 മീറ്റർ. ധൗലാഗിരി, നേപ്പാൾ 8172 മീറ്റർ. നംഗ പർവ്വതം, ഇന്ത്യ 8126 മീറ്റർ. അന്നപൂർണ, നേപ്പാൾ 8078 മീറ്റർ. നന്ദാദേവി, ഇന്ത്യ 7817 മീറ്റർ. കാമേജ്, ഇന്ത്യ 7756 മീറ്റർ. നഞ്ച ബർവ, ഇന്ത്യ 7756 മീറ്റർ. ഹിമാചൽ ലെസ്സർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഹിമാദ്രിക്ക് തെക്ക് ഭാഗത്തായി ഹിമാദ്രിക്കും സിവാലിക്കിനും ഇടയിലായി സ്ഥിതി ചെയ്യുന്ന ഹിമാചൽ പർവ്വതനിരയുടെ ശരാശരി ഉയരം 3000 മീറ്റർ ആണ്. മെയിൻ സെൻട്രൽ ട്രസ്റ്റ് ആണ് ഗ്രേറ്റർ ഹിമാലയത്തെ ഹിമാചലിൽ നിന്നും വേർതിരിക്കുന്നത്. കാശ്മീർ, കുളു, കാംഗ്ര എന്നീ താഴ്വരകൾ സ്ഥിതി ചെയ്യുന്ന ഹിമാചലിൻ്റെ പ്രധാന പർവ്വതനിരകളാണ് പീർ പാഞ്ചൽ, ധൗലധാർ, മഹാഭാരത് പർവ്വതനിരകൾ. ഇതിൽ ഏറ്റവും വലിയ പർവ്വതനിരയാണ് പീർ പാഞ്ചൽ. താഴ്വരകൾ. പീർ പാഞ്ചൽ പർവ്വതനിരയ്ക്കും ഹിമാദ്രിക്കുമിടയിൽ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കാശ്മീർ താഴ്വര. ഈ താഴ്വരയെ രൂപപ്പെടുത്തുന്ന നദിയാണ് ചലം. ദൈവങ്ങളുടെ താഴ്വര എന്നറിയപ്പെടുന്ന മണികരൺ ഗെയ്സർ സ്ഥിതി ചെയ്യുന്ന താഴ്വരയാണ് കുളു. കുളു, മണാലി താഴ്വരകളുടെ ഒഴുകുന്ന നദിയാണ് ബിയാസ്. ഹിമാചലിലെ ഒരു പ്രധാന ചുരമാണ് റോഹ്താങ്. ദേശീയ ഉദ്യാനങ്ങൾ സ്ഥിതി ചെയ്യുന്ന താഴ്വരകൾ ഗ്രേറ്റർ ഹിമാലയൻ കുളു, ഹെമിസ്, മാർഖ, പിൻവാലി, സ്പിതി. പൂക്കളുടെ താഴ്വര വാലി ഓഫ് ഫ്ലവേഴ്സ്, യുങ്താങ് താഴ്വര. ഇന്ത്യയിലെ പ്രധാന താഴ്വരകളായ കാശ്മീർ, ജമ്മു കാശ്മീരിലും മലാന, പാങ്കി, സർഗള, പാർവതി, കിംബർ, കാംഗ്ര, കുളു, മണാലി, ലഹൗൾ, സ്പിതി എന്നിവ ഹിമാചൽ പ്രദേശിലും ഗാൽവാൻ കിഴക്കൻ ലഡാക്കിലും മാർഖ ലഡാക്കിലും സ്ഥിതി ചെയ്യുന്നു. ഹിമാചലിൽ കാണപ്പെടുന്ന പുൽമേടുകളാണ് മെർഗ് കാശ്മീർ, ബുഗ്യാൽ, പയാർ ഉത്തരാഖണ്ഡ്. സമുദ്രനിരപ്പിൽ നിന്നും 4000 മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഉത്തരാഖണ്ഡിലെ വേനൽക്കാല പുൽമേടായ ബുഗ്യാൽ പ്രകൃതിയുടെ സ്വന്തം പൂന്തോട്ടം എന്നറിയപ്പെടുന്ന ഇന്ത്യയുടെ പുൽമേടാണ്. സുഖവാസ കേന്ദ്രങ്ങൾക്ക് പ്രസിദ്ധമായ ഹിമാലയൻ നിരയായ ഹിമാചലിൽ സിംല, മസൂറി, നൈറ്റിനാൾ, അൽമോറ, ഡാർജിലിംഗ് എന്നീ സുഖവാസ കേന്ദ്രങ്ങൾ സ്ഥിതി ചെയ്യുന്നു. സുഖവാസ കേന്ദ്രങ്ങളുടെ റാണി മസൂറിയും സുഖവാസ കേന്ദ്രങ്ങളുടെ രാജകുമാരി കൊടൈക്കനാലും മെഡോ ഓഫ് ഗോഡ് സ്വർണ്ണ പുൽമേട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം സോനാമാർഗുമാണ്. ഇന്ത്യയിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് മസൂറി, നൈറ്റിനാൾ, റാണിഖട്ട്, അൽമോറ, ബദ്രിനാഥ്, ഡെറാഡൂൺ ഉത്തരാഖണ്ഡ്, ഖൂം, ഡാർജിലിംഗ് പശ്ചിമ ബംഗാൾ, ഗുൽമാർഗ്, പഹാൽഗം, സോനാമാർഗ് ശ്രീനഗർ ജമ്മു കാശ്മീർ, മണാലി, കുളു, സിംല, ചമ്പ, ധർമ്മശാല, ലാഹുൾ, സ്പിതി, ഡൽഹൌസി ഹിമാചൽ പ്രദേശ്, തവാങ് അരുണാചൽ പ്രദേശ്, ഹോഴ്സ്ലി കുന്നുകൾ, ശ്രീശൈലം ആന്ധ്രാപ്രദേശ്, അങ്കുംബെ, ചിക്മംഗ്ലൂർ, മുളയനഗിരി, കുദ്രേമുഖ് കർണാടക, മൂന്നാർ, തേക്കടി, വാഗമൺ, പൊന്മുടി കേരളം, മഹാബലേശ്വർ, ലോനാവാല മഹാരാഷ്ട്ര, ഗൂഡല്ലൂർ, കോടനാട്, ഊട്ടി തമിഴ്നാട്.
വെള്ള ഓർക്കിഡുകളുടെ നാട് എന്നറിയപ്പെടുന്ന ബംഗാളിലെ ഹിൽ സ്റ്റേഷൻ ആണ് കുർസിയാങ്. സിവാലിക്. ഔട്ടർ ഹിമാലയ എന്നറിയപ്പെടുന്ന ഗംഗാ സമതലവുമായി ചേർന്ന് സമാന്തരമായി കിടക്കുന്ന ഹിമാലയത്തിൻ്റെ ഭാഗമായ ശിവന്റെ തിരുമുടി എന്നർത്ഥം വരുന്ന ഹിമാലയൻ നിരകൾ ഏറ്റവും തെക്ക് ഭാഗത്ത് കാണപ്പെടുന്ന ഉയരം കുറഞ്ഞ പർവ്വതനിരകളായ സിവാലിക്കിൻ്റെ ശരാശരി ഉയരം 1220 മീറ്റർ ആണ്. സിവാലിക് നിരകൾ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, ഉരുളക്കിഴങ്ങ്, ചോളം, ബാർലി, കുങ്കുമപ്പൂവ്, ആപ്പിൾ, ഓറഞ്ച്, തേയില എന്നിവ. ഉത്തരപർവ്വത മേഖലയിൽ ഏറ്റവും ജനസാന്ദ്രത കൂടിയ മേഖലയും ഭൂകമ്പങ്ങളും ഉരുൾപൊട്ടലും കൂടുതലായി അനുഭവപ്പെടുന്ന ഹിമാലയൻ പർവ്വതനിരയും സിവാലിക് ആണ്. സിവാലിക് പർവ്വതനിരയ്ക്ക് ലംബമായി നീളമേറിയതും വിസ്തൃതവുമായ താഴ്വരയാണ് ഡ്യൂണുകൾ. ഏറ്റവും വലിയ ഡ്യൂൺ ഡെറാഡൂണും. ഡൂൺ താഴ്വരയിലെ പ്രധാന വൃക്ഷം സാൽ മരങ്ങളുമാണ്. പ്രധാന ഡൂണുകൾ ഡെറാഡൂൺ, കോട്ട്ലി ഡൂൺ, പട്ട്ലി ഡൂൺ. സിവാലിക് മലനിരകൾക്ക് സമാന്തരമായി 8 മുതൽ 10 കിലോമീറ്റർ വരെ പാറക്കഷ്ണങ്ങളാൽ നിറഞ്ഞ ഇടുങ്ങിയ പ്രദേശം. സിവാലിക്കിൻ്റെ താഴെ നദികളും അരുവികളും അപ്രത്യക്ഷമാകുന്ന പാറകൾ നിറഞ്ഞ പ്രദേശം. കൃഷിക്ക് തീരെ അനുയോജ്യമല്ലാത്ത പ്രദേശവുമാണ് ഭാബർ. ഭാബർ പ്രദേശത്തിന് തെക്കായി 10 മുതൽ 20 കിലോമീറ്റർ വരെ സസ്യജാലങ്ങൾ തഴച്ചു വളരുന്ന ചതുപ്പ് പ്രദേശം. ഭാബർ പ്രദേശത്ത് അപ്രത്യക്ഷമാകുന്ന ജലപ്രവാഹം വീണ്ടും ഉപരിതലത്തിൽ ദൃശ്യമാകുന്ന പ്രദേശം. വ്യത്യസ്ത ഇനങ്ങളിൽപ്പെട്ട സസ്യജന്തുജാലങ്ങളുടെ ആവാസകേന്ദ്രം. ദുധ്വ ദേശീയ ഉദ്യാനം സ്ഥിതി ചെയ്യുന്ന പ്രദേശം. ഇന്ത്യ വിഭജനത്തിന് ശേഷം പാകിസ്ഥാനിൽ നിന്നുള്ള കുടിയേറ്റക്കാർക്ക് കൃഷിഭൂമിക്ക് വേണ്ടി ഒരുക്കിയെടുത്ത ചതുപ്പ് പ്രദേശവും ടെറായി ആണ്. പ്രഥമ ഹിമാലയൻ സ്റ്റേറ്റ് കോൺക്ലേവിന് വേദിയായ നാഷണൽ സെൻറ്റർ ഫോർ ഹിമാലയൻ സ്റ്റഡീസ് ആരംഭിക്കുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡ്. ഉത്തരാഖണ്ഡിൽ ഹിമാലയൻ ദിനം ആയി ആഘോഷിക്കുന്നത് സെപ്റ്റംബർ 9. കിഴക്കൻ മലനിരകൾ അഥവാ പൂർവാചൽ. ഉത്തരപർവ്വത മേഖലയിലെ കിഴക്കൻ മലനിരകൾ പൂർവാചൽ സ്ഥിതി ചെയ്യുന്ന പ്രധാന കുന്നുകൾ അറിയപ്പെടുന്ന വിവിധ പ്രാദേശിക നാമങ്ങളാണ്. നാഗാത് കുന്നുകൾ നാഗാലാൻഡ്, മണിപ്പൂർ കുന്നുകൾ മണിപ്പൂർ, ത്രിപുര കുന്നുകൾ ത്രിപുര, ഖാസി ഗാരോ കുന്നുകൾ മേഘാലയ. ഇതിലെ നാഗകുന്നുകളിലെ ഉയരം കൂടിയ കൊടുമുടിയാണ് സരാമതി കൊടുമുടി. ഉത്തരപർവ്വത മേഖലയിൽ നിബിഡമായ ഉഷ്ണമേഖലാ മഴക്കാടുകൾ കാണപ്പെടുന്നത് കിഴക്കൻ മലനിരകളിലാണ്. ലുഷായ് കുന്നുകൾ, മിസോ ഹിൽസ് എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മിസോറാം ആണ്. ഉത്തരപർവ്വത മേഖലയിൽ ഉടനീളം ഉരുണ്ട തവിട്ട് നിറത്തിലോ കറുത്ത നിറത്തിലോ കാണപ്പെടുന്ന ഫലപുഷ്ടി കൂടിയ മണ്ണ്. വനപ്രദേശങ്ങളിലും പർവ്വത പ്രദേശങ്ങളിലും ധാരാളമായി കാണപ്പെടുന്ന മണ്ണിനും തേയില കൃഷിക്ക് അനുയോജ്യമായ മണ്ണിനവും പർവ്വത മണ്ണാണ്. ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന പ്രധാന വിളകളാണ് തേയില, കാപ്പി, സുഗന്ധവ്യഞ്ജനങ്ങൾ, ഓർക്കിഡ് എന്നിവ. ഹിമാലയം ഉൾപ്പെടുന്ന പ്രദേശങ്ങളുടെ ഭൗതിക വ്യത്യാസങ്ങളുടെ അടിസ്ഥാനത്തിൽ ഹിമാലയത്തെ 5 ഉപവിഭാഗങ്ങളായി തരംതിരിക്കാം. 1. കാശ്മീർ ഹിമാലയം അല്ലെങ്കിൽ വടക്ക് പടിഞ്ഞാറൻ ഹിമാലയം. 2. ഹിമാചലും ഉത്തരാഖണ്ഡ് ഹിമാലയവും. 3. ഡാർജിലിംഗും സിക്കിം ഹിമാലയം. 4. അരുണാചൽ ഹിമാലയം. 5. കിഴക്കൻ മലകൾ. ഖാസി ഗാരോ, ജയന്തിയ കുന്നുകൾ എന്നിവ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനമായ മേഘാലയയിലാണ് ലോകത്ത് ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന പ്രദേശമായ മൗസിൻഡ്രാം. ഭൂമിയിലെ ഏറ്റവും നനവുള്ള പ്രദേശം എന്ന് ആദ്യം വിശേഷണം ലഭിച്ച സ്ഥലം. ലോകത്തിൽ ഏറ്റവും കൂടുതൽ മഴ ലഭിക്കുന്ന 2ാമത്തെ പ്രദേശം ചിറാപുഞ്ചിയാണ്. ഇതിൻ്റെ പുതിയ പേരാണ് സോഹ്ര. ചിറാപുഞ്ചി, മൗസിൻഡ്രാം എന്നിവ സ്ഥിതി ചെയ്യുന്ന മലനിരയാണ് ഖാസി. ദക്ഷിണേന്ത്യയിലെ ചിറാപുഞ്ചി, കർണാടകയിലെ അങ്കുംബയും കേരളത്തിലെ ചിറാപുഞ്ചി, വയനാട്ടിലെ ലക്കിടിയുമാണ്. നദീ താഴ്വരകളെ അടിസ്ഥാനമാക്കി സർ സിഡ്നി ബെർണാഡ് ഹിമാലയത്തെ 4 ഭാഗങ്ങളായി തിരിച്ചു. സിന്ധു നദി മുതൽ സത്ലജ് നദി വരെ ഏകദേശം 560 കിലോമീറ്റർ നീളമുള്ള പഞ്ചാബ് ഹിമാലയം. സത്ലജ് നദിക്കും കാളി നദിക്കും ഇടയിലുള്ള ഏകദേശം 320 കിലോമീറ്റർ നീളമുള്ള കുമയൂൺ ഹിമാലയം. 3. കാളി നദിക്കും ടീസ്റ്റ അല്ലെങ്കിൽ തിസ്ത നദിക്കും ഇടയിലുള്ള 800 കിലോമീറ്റർ നീളമുള്ള നേപ്പാൾ ഹിമാലയം. 4. ടീസ്റ്റ അല്ലെങ്കിൽ തിസ്ത നദിക്കും ബ്രഹ്മപുത്ര നദിക്കും ഇടയിലുള്ള 720 കിലോമീറ്റർ നീളമുള്ള അസം ഹിമാലയം. കാശ്മീർ ഹിമാലയത്തിൽ കാണപ്പെടുന്ന കളിമണ്ണിൻ്റെ കട്ടിയുള്ള നിക്ഷേപങ്ങളായ കരേവ കുങ്കുമ കൃഷിക്ക് വളരെ ഉപയോഗപ്രദമായ കളിമണ്ണാണ്.
ചുരങ്ങൾ. ഉയരമേറിയ പർവ്വതങ്ങൾക്ക് കുറുകെയുള്ള പ്രകൃതിദത്തമായ വിടവുകളാണ് ചുരങ്ങൾ അല്ലെങ്കിൽ മലമ്പാതകൾ. ഹിന്ദുക്കുഷിലെ പ്രസിദ്ധമായ ചുരങ്ങൾ ഖൈബർ, ബോലാൻ എന്നിവയും ഇതിൽ പാകിസ്ഥാനെ അഫ്ഗാനിസ്ഥാനെ ബന്ധിപ്പിക്കുന്ന ചുരം ഖൈബർ ചുരവുമാണ്. ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ഗതാഗത യോഗ്യമായ ചുരം ലഡാക്ക് മേഖലയിലെ ചിസിംലെ, ഡംചോക്ക് എന്നീ ഗ്രാമങ്ങളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ഉംലിംഗ് ല ചുരം ആണ്. 19,300 ഫീറ്റ്. ഖാർതുങ്ല ചുരം ബന്ധിപ്പിക്കുന്ന സ്ഥലങ്ങൾ ലഡാക്കിലെ ലേ സിയാച്ചിൻ ഗ്ലേസിയർ ആണ്. ലഡാക്കിനെ ചൈനയുമായി ബന്ധിപ്പിക്കുന്ന ചുരം കാരക്കോറവും ചൈനയും പാകിസ്ഥാനെയും ബന്ധിപ്പിക്കുന്ന ചുരം ഖുൻജറാവും ആണ്. ഖുൻജറാവ് ചുരത്തിലൂടെ കടന്നു പോകുന്ന അന്താരാഷ്ട്ര റോഡായ കാരക്കോറം ഹൈവേ ലോകത്തിൽ ഏറ്റവും ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ടാർ ചെയ്ത അന്താരാഷ്ട്ര റോഡാണ്. കൈലാസ തീർത്ഥാടനത്തിനായി ടിബറ്റിലേക്കെത്താൻ സഹായിക്കുന്ന ചുരങ്ങൾ പട്ടുപാതയുടെ അല്ലെങ്കിൽ സിൽക്ക് റൂട്ടിൻ്റെ ഭാഗമായ നാഥുല ചുരവും ലിബുലേഖ് ചുരവുമാണ്. ഹീറോ ഓഫ് നാഥുല എന്നറിയപ്പെടുന്ന വ്യക്തി മേജർ ബാബ ഹർഭജൻ സിംഗ് ആണ്. നാമ ചുരം സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ഉത്തരാഖണ്ഡും ഫോട്ടുല, നമികാല എന്നീ ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന കേന്ദ്രഭരണ പ്രദേശം ലഡാക്കും സത്ലജ് താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന ചുരം ഷിപ്കിലയുമാണ്. ഇന്ത്യയിലേക്കുള്ള പ്രവേശന കവാടം എന്നറിയപ്പെടുന്ന ചുരം ബോലാനും കേരളത്തിലേക്കുള്ള കവാടം പാലക്കാട് ചുരവും സ്പിതി താഴ്വരയുടെ കവാടം കുൻസ് ചുരവും നുമ്ര താഴ്വരയിലേക്കുള്ള കവാടം ഖാർതുങ്ല ചുരവും ലഡാക്കിലേക്കുള്ള താക്കോൽ അസിർഗഡ് ചുരവും ചുരങ്ങളുടെ നാട് ലഡാക്കുമാണ്. ഏഷ്യയിലെ ഏറ്റവും നീളം കൂടിയ 2 ലൈൻ ബൈ ഡയറക്ഷണൽ പാസ് നിലവിൽ വരുന്നത് സോജില ചുരത്തിലാണ്. ബെനിഹാർ ചുരം ജമ്മു ശ്രീനഗറിനെയും ദോബ്സ കുളു സ്പിതി താഴ്വരയും ലിബുലേഖ് ഉത്തരാഖണ്ഡ് ടിബറ്റിനെയും ഷിപ്കില ഹിമാചൽ പ്രദേശ് ടിബറ്റിനെയും സോജില ശ്രീനഗർ കാർഗിലിനെയും നാഥുല സിക്കിം ടിബറ്റിനെയും ബോഡില അരുണാചൽ പ്രദേശ് ടിബറ്റിലെ ലാസയെയും റോക്താങ് കുളു ലഹുൾ സ്പിതി താഴ്വരയെയും ദിഹാങ് ചുരം അരുണാചൽ പ്രദേശ് മ്യാൻമറിലെ മാൻഡലയും ബാരാലാബ്ല ഹിമാചൽ പ്രദേശ് ലഡാക്കിനെയും ജലബ് ല സിക്കിം ലാസയെയും കും ഫർലിഖഡ് രത്നഗിരി സത്താറ കൊങ്കൺ സമതലത്തെയും താൽഘഡ് നാസിക് മുംബൈയും ബോർഘഡ് മുംബൈ പൂനെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നു. ഉപദ്വീപീയ ഇന്ത്യയും വടക്ക് കിഴക്കൻ സംസ്ഥാനങ്ങളെയും തമ്മിൽ ബന്ധിപ്പിക്കുന്നത് സിലിഗുറി ഇടനാഴിയും തീൻബെഗ ഇടനാഴിയും സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം പശ്ചിമ ബംഗാളും ആണ്. ഉത്തര മഹാസമതലം. ഹിമാലയൻ നദികളായ സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര എന്നിവയും അവയുടെ പോഷക നദികളും വഹിച്ചുകൊണ്ടുവരുന്ന അവസാദങ്ങൾ നിക്ഷേപിച്ച് ഹിമാലയത്തിൻ്റെ തെക്ക് ഭാഗത്ത് രൂപം കൊണ്ട സമതലമായ ഉത്തര മഹാസമതലം ഉത്തര പർവ്വത മേഖലയ്ക്കും ഉപദ്വീപീയ പീഠഭൂമിക്കും ഇടയിലുള്ള ഭൂപ്രകൃതി വിഭാഗമാണ്. ലോകത്തിലെ ഏറ്റവും വിസ്തൃതമായ എക്കൽ സമതലമായ ഉത്തര മഹാസമതലത്തിൻ്റെ ഏകദേശം ഉയരം 7,00,000 ചതുരശ്ര കിലോമീറ്റർ ആണ്. ഇവിടുത്തെ പ്രധാന മണ്ണിനം എക്കൽ മണ്ണാണ്. വടക്ക് നിന്നും തെക്കോട്ട് ഉത്തര മഹാസമതലത്തിൻ്റെ 3 പ്രധാന മേഖലകളാണ് ഫാബർ, ടെറായ്, എക്കൽ സമതലങ്ങൾ. ഈ സമതലം ഉൾപ്പെടുന്ന സംസ്ഥാനങ്ങളാണ് പശ്ചിമ ബംഗാൾ, ബീഹാർ, ഉത്തർപ്രദേശ്, ആസാം, ഹരിയാന, പഞ്ചാബ്, രാജസ്ഥാൻ. സിന്ധു, ഗംഗ, ബ്രഹ്മപുത്ര സമതലം ഇന്ത്യൻ കൃഷിയുടെ നട്ടെല്ല്, ഇന്ത്യയുടെ ധാന്യപ്പുര, ഭാരതീയ സംസ്കാരത്തിൻ്റെ ഈറ്റില്ലം, ഇന്ത്യയിലെ ഏറ്റവും വലിയ കാർഷിക ഭൂമി, ഇന്ത്യൻ സമ്പദ് വ്യവസ്ഥയുടെ നട്ടെല്ല്, ഇന്ത്യയിൽ ഏറ്റവും ജനസാന്ദ്രത ഏറിയ ഭൂവിഭാഗം, റെയിൽ, റോഡ്, കനാൽ എന്നിവയുടെ ശൃംഖല ഏറ്റവും കൂടുതലുള്ള ഭൂവിഭാഗമാണ് ഉത്തര മഹാസമതലം. എക്കൽ സമതലങ്ങൾ. പഞ്ചാബ് ഹരിയാന സമതലം, ഗംഗാ സമതലം, ബ്രഹ്മപുത്ര താഴ്വര എന്നിവിടങ്ങളിലെ പ്രധാന മണ്ണിനമാണ് എക്കൽ മണ്ണ്. ഈ മണ്ണിൽ കൃഷി ചെയ്യുന്ന വിളകളാണ് നെല്ല്, കരിമ്പ്, ഗോതമ്പ്, പുകയില, എണ്ണക്കുരുക്കൾ എന്നിവ. എക്കൽ സമതലത്തെ വീണ്ടും ഖാദർ, ഭംഗർ എന്നിങ്ങനെ 2ആയി തരംതിരിച്ചിരിക്കുന്നു. പഞ്ചാബ് ഹരിയാന സമതലത്തിൻ്റെ രൂപീകരണത്തിന് കാരണമായ നദികളാണ് സിന്ധുവും അതിൻ്റെ പോഷക നദികളും. ഈ സമതല പ്രദേശത്തിലെ പ്രധാന വിളകളാണ് ഗോതമ്പ്, ചോളം, കരിമ്പ് എന്നിവ. രാജസ്ഥാനിലെ ജനവാസം തീരെ കുറഞ്ഞ പ്രദേശമായ മരുസ്ഥലി, ബാഗർ എന്നിവ
ഉത്തര മഹാസമതലത്തിൻ്റെ ഭാഗമാണ്. സമതലങ്ങൾ പുതുതായി നിക്ഷേപിക്കപ്പെടുന്ന എക്കൽ മണ്ണായ ഖാദർ കൃഷിക്ക് ഏറ്റവും അനുയോജ്യമായ മണ്ണിനമാണ്. ഉത്തര മഹാസമതലത്തിലെ ഏറ്റവും വിസ്തൃതമായ പ്രദേശങ്ങൾ കാണപ്പെടുന്ന പഴയ എക്കൽ നിക്ഷേപം അറിയപ്പെടുന്നത് ഭംഗർ എന്നാണ്. ചുണ്ണാമ്പു കല്ലുകളാൽ കാൽസ്യം കാർബണേറ്റ് സമൃദ്ധമായ ഭംഗർ അറിയപ്പെടുന്നത് കാങ്കർ എന്നാണ്. ഖാദർ സമതലം പഞ്ചാബിൽ അറിയപ്പെടുന്നത് വെറ്റ് എന്നാണ്. പഞ്ചാബ് ഹരിയാന സമതലം രൂപീകരണത്തിന് കാരണമാകുന്ന നദികളാണ് സിന്ധുവും പോഷക നദികളും. രാജസ്ഥാനിലെ മരുസ്ഥലി ബാഗർ സമതലങ്ങൾ ലൂണി, സരസ്വതി നദികൾ ഗംഗാ സമതലം ഗംഗയും പോഷക നദികളും. അസമിലെ ബ്രഹ്മപുത്ര സമതലം ബ്രഹ്മപുത്രയും പോഷക നദികളും. ഡോബ് രണ്ട് നദികൾക്കിടയിലുള്ള എക്കൽ പ്രദേശമാണ് ഡോബ്. ബിയാസ് രവി നദികൾക്കിടയിലുള്ള ഡോബ് ബാരിയും ബിയാസ് സത്ലജ് ബിസ്തും ചിനാബ് രവി രചനയും ചലം ചിനാബ് ചാജും സിന്ധു ചലം സിന്ധു സാഗറും ആണ്. ഇന്ത്യൻ മരുഭൂമി ആരവല്ലി പർവ്വതനിരയുടെ വടക്കു പടിഞ്ഞാറ് സ്ഥിതി ചെയ്യുന്ന മരുപ്രദേശം. ഉത്തര മഹാസമതലത്തിൻ്റെ പടിഞ്ഞാറ് ഭാഗത്ത് ഇന്ത്യൻ സംസ്ഥാനമായ രാജസ്ഥാനിൽ ഏറ്റവും കൂടുതൽ വ്യാപിച്ചു കിടക്കുന്ന മരുഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ മരുഭൂമിയും ഥാർ മരുഭൂമിയാണ്. ഈ മരുഭൂമി വ്യാപിച്ചു കിടക്കുന്ന ഇന്ത്യയിലെ മറ്റു സംസ്ഥാനങ്ങൾ പഞ്ചാബ്, ഹരിയാന, ഗുജറാത്ത്. ഥാർ മരുഭൂമി പ്രദേശത്ത് ലഭിക്കുന്ന വാർഷിക മഴയുടെ അളവ് 150 മില്ലിമീറ്ററിൽ താഴെയാണ്. ഥാർ മരുഭൂമിയിലെ മരുപ്പച്ച എന്നറിയപ്പെടുന്നത് രാജസ്ഥാനിലെ ജയ്സാൽമീർ ആണ്. രാജസ്ഥാൻ സമതലത്തിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് ലൂണി, ഖഗ്ഗർ, ഹക്ര എന്നിവ. ഈർപ്പം തീരെയില്ലാത്ത ലവണാംശമുള്ള അലിയുന്ന ലവണങ്ങൾ കാണപ്പെടുന്ന മണ്ണാണ് മരുഭൂമി മണ്ണ്. ഗംഗയും പോഷക നദികളും ചേർന്ന് രൂപീകരിക്കുന്ന സമതലമായ ഗംഗാ സമതലത്തെ മൂന്നായി തരംതിരിച്ചിരിക്കുന്നു. അപ്പർ ഗംഗ സമതലം, മിഡിൽ ഗംഗ സമതലം, ലോവർ ഗംഗ സമതലം. ഗംഗാ സമതലത്തിന് കിഴക്കായി 720 കിലോമീറ്ററോളം ദൂരം വ്യാപിച്ചു കിടക്കുന്ന സമതലമാണ് ബ്രഹ്മപുത്ര സമതലം. ഈ സമതലത്തിലെ പ്രധാന വിളകളാണ് നെല്ല്, ചണം എന്നിവ. ഇന്ത്യയിൽ മരുഭൂമിയിലൂടെ ഥാർ മരുഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ലൂണി, രാജസ്ഥാൻ. ഈ നദീവ്യൂഹത്തിൽ മഴക്കാലത്ത് മാത്രമാണ് നീരൊഴുക്കുള്ളത്. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ചിൽ അപ്രത്യക്ഷമാകുന്ന നദിയായ ലൂണിയാണ് ഇന്ത്യയിലെ ഒരേ ഒരു കരബന്ധിത നദി. ഇതിൻ്റെ മറ്റൊരു പേര് സാൾട്ട് റിവർ, ലവണവാരി എന്നാണ്. ഡെൽറ്റകൾ ഗംഗാ സമതലത്തിൻ്റെ ലോവർ ഭാഗത്ത് രൂപം കൊണ്ട ഡെൽറ്റ ലോകത്തിലെ ഏറ്റവും വലിയ കണ്ടൽക്കാട്. ലോകത്തിലെ ഏറ്റവും വലിയ ഡെൽറ്റ ഗംഗ ബ്രഹ്മപുത്ര നദികളുടെ നിക്ഷേപ പ്രക്രിയയിലൂടെ രൂപം കൊണ്ട ഡെൽറ്റയാണ് സുന്ദർബൻസ് ഡെൽറ്റ. ഈ ഡെൽറ്റയിൽ കാണപ്പെടുന്ന ജീവികളാണ് റോയൽ ബംഗാൾ കടുവ, മുതല എന്നിവ. മാത്രമല്ല സുന്ദർബൻസ് ഡെൽറ്റയെ യുനെസ്കോ ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുണ്ട്. ഗംഗ ബ്രഹ്മപുത്ര ഡെൽറ്റ ആർക്വേറ്റ് ടൈപ്പ് ഫാൻ ഷേപ്ഡ് ഡെൽറ്റയ്ക്ക് ഉദാഹരണമാണ്. ഇന്ത്യയിലെ ഏറ്റവും വലിയ റാംസർ തണ്ണീർത്തടമാണ് സുന്ദർബൻസ്. സുന്ദർബൻസിനെ റാംസർ സൈറ്റ് ആയി പ്രഖ്യാപിച്ച വർഷം 2019 ആണ്. ചതുപ്പ് നിലങ്ങൾ ജൈവ വസ്തുക്കൾ നിക്ഷേപിച്ചുണ്ടാകുന്ന മണ്ണും കണ്ടൽ വനങ്ങളുടെ വളർച്ചയ്ക്ക് സഹായകരമായ മണ്ണിനും പീറ്റ് മണ്ണാണ്. ഉപദ്വീപീയ പീഠഭൂമി ഉത്തര മഹാസമതലത്തിനും തീരസമതലത്തിനും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ഉറപ്പേറിയ ശിലകളാൽ നിർമ്മിതമായ ഭൂപ്രദേശം. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ ഭൂവിഭാഗം. ഇന്ത്യയിലെ ഭൂവിഭാഗങ്ങൾ ഏറ്റവും ദൃഢവും സ്ഥിരവുമായ ഭൂപ്രദേശം. ആഗേയ കായാന്തരിക ശിലകളാൽ നിർമ്മിതമായത്. ഇന്ത്യയിലെ ഏറ്റവും വിസ്തൃതിയേറിയ ഭൂവിഭാഗം. ധാതുക്കളുടെ കലവറ എന്ന് വിളിക്കപ്പെടുന്ന ഭൂവിഭാഗമാണ് ഉപദ്വീപീയ പീഠഭൂമി. ഏകദേശം 15 ലക്ഷം ചതുരശ്ര കിലോമീറ്റർ. ഉപദ്വീപീയ പീഠഭൂമിയുടെ ഭാഗമായിട്ടുള്ള പ്രധാന പർവ്വതനിരകളാണ് ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവാഘട്ടം. ഈ ഭൂവിഭാഗങ്ങളിലെ പ്രധാന ധാതു വിഭവങ്ങൾ ഇരുമ്പയിര്, കൽക്കരി, മാഗ്നീസ്, ബോക്സൈറ്റ്, ചുണ്ണാമ്പുകല്ല് എന്നിവയും. കൃഷി ചെയ്യുന്ന പ്രധാന കാർഷിക വിളകൾ പരുത്തി, പയർവർഗ്ഗങ്ങൾ, നിലക്കടല, കരിമ്പ്, ചോളം, റാഗി, മുളക് എന്നിവയുമാണ്. ഉപദ്വീപീയ പീഠഭൂമിയുടെ അതിരുകൾ വടക്ക് പടിഞ്ഞാറ് ആരവല്ലി, കിഴക്ക് രാജ്മഹൽ കുന്നുകൾ, പടിഞ്ഞാറ് ഗീർ മലനിരകൾ, വടക്ക് കിഴക്ക് ഷില്ലോങ് ആൻഡ് കാർബി ആംഗ്ലോങ് പീഠഭൂമി, തെക്ക് നീലഗിരി. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാനപ്പെട്ട ഭൂപ്രകൃതി വിഭാഗങ്ങളാണ് ഡെക്കാൻ പീഠഭൂമി,
മധ്യ ഉന്നതതടം, വടക്ക് കിഴക്കൻ പീഠഭൂമി. ഡെക്കാൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നീ മലനിരകൾക്കിടയിലായി സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ഇന്ത്യയിലെ ഏറ്റവും വലിയ പീഠഭൂമി. ത്രികോണാകൃതിയിൽ നർമ്മദ നദിയുടെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പീഠഭൂമി. ലോകത്തിലെ ഏറ്റവും വലിയ ലാവാ പീഠഭൂമിയും ഡെക്കാൻ പീഠഭൂമിയാണ്. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്ത് പൂർവ്വഘട്ടവും പ്രധാന ആഗ്നേയശില ബസാൾട്ടും. ഡെക്കാനിൻ്റെ രാജ്ഞി എന്നറിയപ്പെടുന്ന പട്ടണം പൂനെ, മഹാരാഷ്ട്രയുമാണ്. കാപ്പിത്തോട്ടങ്ങൾക്ക് പ്രസിദ്ധമായ ബാബ ബുദാൻ കുന്നുകൾ കർണാടക പീഠഭൂമിയിലെ ഭാഗമാണ്. ഇതിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗം മുല്ലയാനാഗിരി 1930 മീറ്റർ. ഇന്ത്യയിൽ ഏറ്റവും പഴക്കമുള്ള ശിലകൾ കണ്ടെത്തിയിട്ടുള്ള പ്രദേശമാണ് ധാർവാർ, കർണാടക. ലാവാ ശിലകൾക്ക് അപക്ഷയം സംഭവിച്ച് രൂപം കൊണ്ട മണ്ണ്, പരുത്തി കൃഷിക്ക് അനുയോജ്യമായ മണ്ണ്. ഡെക്കാൻ പീഠഭൂമിയിലെ പ്രധാന മണ്ണിനമാണ് കറുത്ത മണ്ണ്. ഈ മണ്ണിൻ്റെ മറ്റൊരു പേരാണ് റിഗർ. ഇന്ത്യയിൽ പരുത്തി കൃഷി ചെയ്യുന്ന പ്രധാന സംസ്ഥാനങ്ങളാണ് ഗുജറാത്ത്, മഹാരാഷ്ട്ര എന്നിവ. ഡെക്കാൻ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന പ്രധാന നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി. ഈ പീഠഭൂമിയുടെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് ലാവ തണുത്തുറഞ്ഞുണ്ടായ മേഖലയാണ് ഡെക്കാൻ ട്രാപ്പ് മേഖല. മധ്യ ഉന്നത തടം നർമ്മദ നദിക്ക് വടക്കായി സ്ഥിതി ചെയ്യുന്ന ഉപദ്വീപീയ പീഠഭൂമിയുടെ വിഭാഗമാണ് മധ്യ ഉന്നത തടം. മധ്യ ഉന്നത തടത്തിൻ്റെ പടിഞ്ഞാറ് അതിർത്തിയായിട്ടുള്ള പർവ്വതനിര ആരവല്ലിയും കിഴക്കൻ ഭാഗത്ത് കാണപ്പെടുന്ന മലനിര രാജ്മഹൽ ഹിൽസ്, ജാർഖണ്ഡുമാണ്. വിന്ധ്യ പർവ്വതത്തിനും ആരവല്ലി നിരകൾക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പീഠഭൂമിയായ മാൾവ പീഠഭൂമി സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനങ്ങളാണ് രാജസ്ഥാൻ, മധ്യപ്രദേശ് എന്നിവ. ഈ പീഠഭൂമിയിലൂടെ ഒഴുകുന്ന നദികളാണ് ചമ്പൽ, ബേത്വ എന്നിവ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി ഇന്ത്യയുടെ ധാതു നിക്ഷേപ കലവറ എന്നറിയപ്പെടുന്ന പീഠഭൂമിയാണ് ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി. ഇതിൻ്റെ ഭാഗമായ ഏറ്റവും വലിയ പീഠഭൂമിയാണ് റാഞ്ചി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയുടെ ഏറ്റവും ഉയർന്ന ഭാഗമാണ് പരേഷ്നാഥ് കുന്നുകൾ. മുകൾ ഭാഗം പരന്നതും കുത്തനെയുള്ള ചരിവോടുകൂടിയ മേശ പോലെ ഉള്ള പരന്ന ഭൂപ്രദേശമാണ് മെസ്സകൾ. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമിയിലെ ലാവ മൂടിയ മെസസിൻ്റെ പ്രാദേശിക നാമമാണ് പാറ്റ്ലാൻഡ് പീഠഭൂമി. ഛോട്ടാ നാഗ്പൂർ പീഠഭൂമി വ്യാപിച്ചിരിക്കുന്ന സംസ്ഥാനങ്ങളാണ് ജാർഖണ്ഡ്, പശ്ചിമ ബംഗാൾ, ബീഹാർ, ഒഡീഷ, ഛത്തീസ്ഗഡ്. കായാന്തരിത ശിലകളും ആഗ്നേയശിലകളും പൊതിഞ്ഞ് രൂപം കൊള്ളുന്ന മണ്ണാണ് ചെമ്മണ്ണ്. വടക്ക് കിഴക്കൻ പീഠഭൂമി ഉപദ്വീപീയ പീഠഭൂമിയുടെ കിഴക്ക് ഭാഗത്തായാണ് വടക്ക് കിഴക്കൻ പീഠഭൂമി വ്യാപിച്ചു കിടക്കുന്നത്. ഇതിന് തുടർച്ചയായി കാണപ്പെടുന്നതാണ് മേഘാലയ പീഠഭൂമി, കർബി ആംഗ്ലോങ് പീഠഭൂമി. ഇന്ത്യൻ ഉപദ്വീപിനെയും വടക്ക് കിഴക്കൻ ഇന്ത്യയും ബന്ധിപ്പിക്കുന്ന ഇടുങ്ങിയ ഭൂവിഭാഗമാണ് സിലിഗുരി കോറിഡോർ. മേഘാലയ പീഠഭൂമിയിലെ പ്രധാന ധാതു നിക്ഷേപങ്ങളാണ് കൽക്കരി, ഇരുമ്പയിര്, സിലിമിനേറ്റ്, ചുണ്ണാമ്പുകല്ല്, യുറേനിയം എന്നിവ. ഉപദ്വീപീയ പീഠഭൂമിയും മേഘാലയയും വേർതിരിക്കുന്നത് മാർഡയാണ്. ഉപദ്വീപീയ പീഠഭൂമിയിലെ പ്രധാന പർവ്വതനിരയാണ് ആരവല്ലി, വിന്ധ്യ, സത്പുര, പശ്ചിമഘട്ടം, പൂർവ്വഘട്ടം എന്നിവ. ആരവല്ലി ഇന്ത്യയുടെ വടക്ക് പടിഞ്ഞാറായി സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. രാജസ്ഥാനെ കിഴക്കും പടിഞ്ഞാറുമായി വേർതിരിക്കുന്ന പർവ്വതനിര. ഇന്ത്യയിലെ ഏറ്റവും പഴക്കമേറിയ മടക്ക് പർവ്വതം ആരവല്ലി പർവ്വതനിരയാണ്. ആരവല്ലി രൂപീകൃതമായത് മടക്ക് പർവ്വതം ആയിട്ടാണെങ്കിലും അപക്ഷയ പ്രവർത്തനങ്ങളുടെ ഫലമായി അവശിഷ്ട പർവ്വതത്തിൻ്റെ പ്രത്യേകതകളും കാണിക്കുന്നുണ്ട്. ഈ പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടിയാണ് മൗണ്ട് ഗുരു ശിഖർ, 1722 മീറ്റർ. ആരവല്ലി പർവ്വതനിരയിലെ പ്രസിദ്ധ സുഖവാസ കേന്ദ്രമാണ് മൗണ്ട് അംബു, രാജസ്ഥാൻ. ഇതിൻ്റെ പഴയ പേര് അർബുദാഞ്ചൽ. ആരവല്ലി പർവ്വതനിരയിലെ ജൈന തീർത്ഥാടന കേന്ദ്രം മൗണ്ട് അംബുവിൽ സ്ഥിതി ചെയ്യുന്ന ദിൽവാര ക്ഷേത്രമാണ്. ഗാന്ധിജിയുടെ ചിതാഭസ്മം നിമജ്ജനം ചെയ്തിട്ടുള്ള തടാകമായ നക്കി തടാകം സ്ഥിതി ചെയ്യുന്നത് മൗണ്ട് അംബുവിലാണ്. മൗണ്ട് ഗുരുശിഖറിനെയും മൗണ്ട് അംബുവിനെയും തമ്മിൽ വേർതിരിക്കുന്ന ചുരങ്ങളാണ് ഖാർഡിഘട്ടും ഗോരൻഘട്ടും. ഇതിൽ ഖാർഡിഘട്ട് ചുരത്തിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് ആരവല്ലി. ആരവല്ലി നിരയുടെ താഴ്വരയിൽ സ്ഥിതി ചെയ്യുന്ന നഗരം അജ്മീറും ഡൽഹിയുടെ ഭാഗമായിട്ടുള്ള ആരവല്ലി പർവ്വതനിരയുടെ കുന്നുകൾ റെയ്സ്ന കുന്നുകളുമാണ്. വിന്ധ്യ, സത്പുര നിരകൾ
ഇന്ത്യയെ വടക്കേ ഇന്ത്യയെന്നും തെക്കേ ഇന്ത്യയെന്നും വിഭജിക്കുന്ന പർവ്വതനിരയും ഉത്തര മഹാസമതലത്തെ ഡെക്കാൻ പീഠഭൂമിയിൽ നിന്നും വേർതിരിക്കുന്ന പർവ്വതനിരയും വിന്ധ്യാനിരകളാണ്. 7 പർവ്വതങ്ങളുടെ നിര എന്നറിയപ്പെടുന്ന വിന്ധ്യാനിരകൾക്ക് സമാന്തരമായി നർമ്മദ, താപ്തി നദികൾക്കിടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിരയാണ് സത്പുര നിരകൾ. വിന്ധ്യയ്ക്കും സത്പുരയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര മൈക്കല നിരയും. സത്പുര പർവ്വതനിരയിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ധൂപ്ഗഡും ആണ്. സ്ഥിതി ചെയ്യുന്നത് മധ്യപ്രദേശ്, 1350 മീറ്റർ. സാത്പുരയുടെ റാണി പച്മാർഹിയും. അസിർഗഡ് ചുരം സാത്പുരയിൽ ഡെക്കാനിലേക്കുള്ള കവാടം അസിർഗഡ് ചുരവുമാണ്. നർമ്മദ, താപ്തി താഴ്വരകളെ തമ്മിൽ ബന്ധിപ്പിക്കുന്ന ചുരമാണ് അസിർഗഡ്. പശ്ചിമഘട്ടം ഇന്ത്യയുടെ മഹത്തായ എസ്കാർപ്മെന്റ് എന്ന് വിളിക്കുന്ന ഭൂരൂപം. ഡെക്കാൻ പീഠഭൂമിയുടെ പടിഞ്ഞാറെ അതിർത്തി അറബിക്കടലിന് സമാന്തരമായി ഗുജറാത്തിലെ താപ്തി നദിയുടെ നദീമുഖം മുതൽ കന്യാകുമാരി വരെ 1600 കിലോമീറ്റർ ദൂരത്തിൽ വ്യാപിച്ചു കിടക്കുന്ന പർവ്വതനിരയാണ് പശ്ചിമഘട്ടം. ഇതിൻ്റെ ശരാശരി വീതി 100 കിലോമീറ്റർ, ഉയരം 1200 മീറ്റർ. കേരളത്തിലെ ശരാശരി ഉയരം 900 മീറ്റർ. ഗുജറാത്ത്, മഹാരാഷ്ട്ര, ഗോവ, കർണാടക, തമിഴ്നാട്, കേരളം എന്നീ ഇന്ത്യൻ സംസ്ഥാനങ്ങളിലൂടെ പശ്ചിമഘട്ടം കടന്നുപോകുന്നു. ഉപദ്വീപീയ പീഠഭൂമിയിലെ ഉയരമേറിയ കൊടുമുടി ആനമല, ഏലമല, പളനിമല എന്നിവ സംഗമിക്കുന്ന കൊടുമുടിയാണ് ആനമുടി. പശ്ചിമഘട്ടത്തിലെ ഉയരം കൂടിയ കൊടുമുടി. തെക്കേ ഇന്ത്യയിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി. ഡെക്കാൻ പീഠഭൂമിയിലെ ഏറ്റവും ഉയരം കൂടിയ ഭാഗമായ ആനമുടിയുടെ ഉയരം 2695 മീറ്ററും. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം കേരളവുമാണ്. പശ്ചിമഘട്ടത്തിലെ പ്രധാന സുഖവാസ കേന്ദ്രങ്ങളാണ് മാത്രോൻ, കുടക്, കുദ്രേമുഖ്, അംബോളി, പച്ഗാനി, മഹാബലേശ്വർ, ലോനാവാല, കാട്ല. ബോർഗഡ്, താൽഘട്ട്, പാലക്കാട് ചുരം, ചെങ്കോട്ട ചുരം എന്നിവ പശ്ചിമഘട്ടത്തിലെ പ്രധാന ചുരങ്ങളാണ്. ഇതിൽ ബോർഗഡ്, താൽഘട്ട് ചുരങ്ങൾ സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം മഹാരാഷ്ട്രയാണ്. പശ്ചിമഘട്ടം കേരളത്തിൽ അറിയപ്പെടുന്നത് സഹ്യപർവ്വതം എന്നും മഹാരാഷ്ട്ര, ഗോവ, കർണാടക എന്നീ സംസ്ഥാനങ്ങൾ സഹ്യാദ്രി എന്നും അറിയപ്പെടുന്നു. പശ്ചിമഘട്ടത്തിൻ്റെ തെക്ക് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന കുന്നുകൾ അറിയപ്പെടുന്നത് ഏലമല എന്നാണ്. പശ്ചിമഘട്ടത്തെ ലോക പൈതൃക കേന്ദ്രമായി യുനെസ്കോ തിരഞ്ഞെടുത്ത വർഷം 2012 ജൂലൈ 1. പശ്ചിമഘട്ടത്തിൽ നിന്നും ലോക പൈതൃക പട്ടികയിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള കേന്ദ്രങ്ങളുടെ എണ്ണം 39. ഇതിൽ 20 എണ്ണം കേരളത്തിൽ നിന്നുമാണ്. പരിസ്ഥിതി രംഗത്തെ നേട്ടത്തിന് അന്താരാഷ്ട്ര പുരസ്കാരമായ ടൈലർ പ്രൈസ് ലഭിച്ച ആദ്യ ഇന്ത്യക്കാരൻ ഡോക്ടർ MS സ്വാമിനാഥനും. രണ്ടാമൻ ഡോക്ടർ മാധവ് ഗാർഗിൽ 2015. മൂന്നാമൻ പവൻ സുഖ്ദേവ് 2020. പശ്ചിമഘട്ടത്തിലെ പരിസ്ഥിതി ആഘാതത്തെപ്പറ്റി പഠിക്കാൻ 2010 കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് മാധവ് ഗാർഗിൽ കമ്മിറ്റി. 2011 ഓഗസ്റ്റ് 1 സമർപ്പിച്ച ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ 12 താലൂക്കുകൾ പൂർണ്ണമായും 2 താലൂക്കുകൾ ഭാഗികമായും പരിസ്ഥിതി ലോല മേഖലയിലാണ്. മാധവ് ഗാർഗിൽ കമ്മിറ്റി റിപ്പോർട്ടിനെ കുറിച്ച് പഠനം നടത്താൻ കേന്ദ്ര സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് K. കസ്തൂരിരംഗൻ കമ്മിറ്റി. 2012 ഓഗസ്റ്റിൽ നിലവിൽ വന്ന കസ്തൂരിരംഗൻ കമ്മീഷൻ പശ്ചിമഘട്ട മലനിരകളുടെ സംരക്ഷണവുമായി ബന്ധപ്പെട്ട് റിപ്പോർട്ട് സമർപ്പിച്ചത് 2013. ഈ റിപ്പോർട്ട് പ്രകാരം കേരളത്തിലെ പരിസ്ഥിതി ലോല മേഖലയിൽ ഉൾപ്പെടുന്ന വില്ലേജുകളുടെ എണ്ണം 123. കസ്തൂരിരംഗൻ റിപ്പോർട്ടിലെ ഭേദഗതികൾ പരിശോധിക്കാൻ കേരള സർക്കാർ നിയോഗിച്ച കമ്മിറ്റിയാണ് ഉമ്മൻ V. ഉമ്മൻ കമ്മിറ്റി. പശ്ചിമഘട്ട മലനിരയിലെ ഏറ്റവും വലിയ പട്ടണം മഹാരാഷ്ട്രയിലെ പൂനെയാണ്. പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന സുഖവാസ കേന്ദ്രം മഹാബലേശ്വരും പഞ്ചനദികളുടെ നാട് എന്നറിയപ്പെടുന്ന ഇന്ത്യൻ സംസ്ഥാനം പഞ്ചാബുമാണ്. പൂർവഘട്ടം ഷെയ്റോയ്, ജാവതി കുന്നുകൾ സ്ഥിതി ചെയ്യുന്ന പർവ്വതനിര. ഡെക്കാൻ പീഠഭൂമിയുടെ കിഴക്കേ അതിര്. ബംഗാൾ ഉൾക്കടലിന് സമാന്തരമായി കാണപ്പെടുന്ന പർവ്വതനിരയാണ് പൂർവഘട്ടം. ഇതിൻ്റെ ശരാശരി ഉയരം 600 മീറ്ററാണ്. ഒഡീഷ, ആന്ധ്രാപ്രദേശ്, തമിഴ്നാട്, തെലുങ്കാന, കർണാടക എന്നീ സംസ്ഥാനങ്ങളിലായി സ്ഥിതി ചെയ്യുന്ന പൂർവഘട്ടത്തിലെ ഏറ്റവും ഉയരം കൂടിയ പർവ്വതം ജിൻധാക്കട പർവ്വതമാണ്. ഇതിൻ്റെ ശരാശരി ഉയരം 1690 മീറ്ററും. സ്ഥിതി ചെയ്യുന്ന സംസ്ഥാനം ആന്ധ്രാപ്രദേശുമാണ്. ജിൻധാക്കടയുടെ പ്രാദേശിക നാമങ്ങളാണ് അർമാക്കൊണ്ട, സീമക്കൊണ്ട എന്നിവ. പൂർവഘട്ടത്തിലെ രണ്ടാമത്തെ ഉയരം കൂടിയ പർവ്വതമാണ് മഹേന്ദ്രഗിരി കുന്നുകൾ, 1654 മീറ്റർ.
പൂർവ്വഘട്ടത്തിൻ്റെ ഭാഗമായ കുന്നുകൾ നല്ലമല, പളനി, നൽക്കൊണ്ട എന്നിവയും ഇതിലൂടെ ഒഴുകുന്ന നദികൾ മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവയുമാണ്. പശ്ചിമഘട്ടവും പൂർവ്വഘട്ടവും തമ്മിൽ ബന്ധിക്കുന്നത് തമിഴ്നാട്ടിലെ നീലഗിരി കുന്നുകളിലും ഇതിലെ ഏറ്റവും ഉയരം കൂടിയ പ്രദേശം ദോഡാബേട്ടയും ഇതിൽ അധിവസിക്കുന്ന ആദിവാസി വിഭാഗം തോടറുമാണ്. നീലഗിരിയുടെ റാണി എന്നറിയപ്പെടുന്നത് ഊട്ടിയാണ്. തീരദേശം. തീരദേശങ്ങളിലെ പ്രധാന കാർഷിക വിളകളാണ് തെങ്ങ്, നെല്ല് എന്നിവ. പ്രധാനമായും പടിഞ്ഞാറൻ തീരങ്ങൾ തെങ്ങും നെല്ലും കൃഷി ചെയ്യുമ്പോൾ കിഴക്കൻ തീരങ്ങൾ നെൽകൃഷിയാണ് കൂടുതൽ. ഇന്ത്യൻ തീരദേശത്തെ രണ്ടായി തരംതിരിച്ചിട്ടുണ്ട്: കിഴക്കൻ തീരം എന്നും പടിഞ്ഞാറൻ തീരമെന്നും. കിഴക്കൻ തീരം അല്ലെങ്കിൽ പൂർവ്വതീരം സുന്ദര വനപ്രദേശം മുതൽ കന്യാകുമാരി വരെ പൂർവ്വഘട്ടത്തിനും ബംഗാൾ ഉൾക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശമാണ് കിഴക്കൻ തീരപ്രദേശം അല്ലെങ്കിൽ പൂർവ്വതീരം. പശ്ചിമ തീരത്തെ അപേക്ഷിച്ച് കിഴക്കൻ തീരസമതലം വീതി കൂടിയവയാണ്. ഉയർത്തപ്പെട്ട തീരത്തിന് ഉദാഹരണമാണ് കിഴക്കൻ തീരസമതലങ്ങൾ. കിഴക്കൻ തീരപ്രദേശത്തെ കോറമാൻഡൽ എന്നും വടക്കൻ സിർക്കാസ് എന്നും രണ്ടായി തരംതിരിച്ചിരിക്കുന്നു. തമിഴ്നാട് തീരവും ആന്ധ്രാപ്രദേശിൻ്റെ തെക്കൻ തീരപ്രദേശവും ഭാഗമായിട്ടുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം കോറമാൻഡൽ തീരം ഇന്ത്യയുടെ കിഴക്കൻ തീരമേഖലയുമായി ബന്ധപ്പെട്ടിരിക്കുന്നു. ആന്ധ്രാപ്രദേശിൻ്റെ വടക്കൻ തീരവും ഒഡീഷയുടെയും പശ്ചിമ ബംഗാളിൻ്റെയും തീരപ്രദേശവും ചേരുന്ന ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം മഹാനദി, കൃഷ്ണ എന്നീ നദികളുടെ വടക്ക് കിഴക്ക് ഭാഗത്തുള്ള ഇന്ത്യയുടെ കിഴക്കൻ തീരസമതലം അറിയപ്പെടുന്നത് വടക്കൻ സിർക്കാസ് എന്നാണ്. വടക്ക് കിഴക്കൻ മൺസൂണിൻ്റെ പ്രവാഹം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രകൃതിയാണ് കിഴക്കൻ തീരസമതലം. ഇതിലെ ഡെൽറ്റകൾ സൃഷ്ടിക്കുന്ന ഉപദ്വീപീയ നദികളാണ് മഹാനദി, ഗോദാവരി, കൃഷ്ണ, കാവേരി എന്നിവ. കിഴക്കൻ തീരസമതലത്തിൽ സ്ഥിതി ചെയ്യുന്ന ഏറ്റവും വലിയ തടാകമാണ് ചിൽക്ക തടാകം. പശ്ചിമതീരം അല്ലെങ്കിൽ പടിഞ്ഞാറൻ തീരസമതലം. ഗുജറാത്തിലെ റാൻ ഓഫ് കച്ച് മുതൽ കന്യാകുമാരി വരെ പശ്ചിമഘട്ടത്തിനും അറബിക്കടലിനുമിടയിൽ സ്ഥിതി ചെയ്യുന്ന തീരപ്രദേശവും താഴ്ന്നുപോയ സമതലങ്ങൾക്ക് ഉദാഹരണവും പശ്ചിമതീര സമതലങ്ങളാണ്. ഗുജറാത്തിൻ്റെ വടക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന ലവണത്വമുള്ള ചതുപ്പ് നിലങ്ങൾ ഗുജറാത്തിനെ പാകിസ്ഥാനിലെ സിന്ധിൽ നിന്നും വേർതിരിക്കുന്നത് ഇന്ത്യയിലെ ആദ്യത്തെ മറൈൻ എക്കോ സെൻസിറ്റീവ് സോൺ, തീരപ്രദേശ പരിസ്ഥിതി ദുർബല മേഖല ഇതെല്ലാം തന്നെ റാൻ ഓഫ് കച്ച് ആണ്. റാൻ ഓഫ് കച്ചിൻ്റെ രണ്ട് വിഭാഗങ്ങളാണ് ഗ്രേറ്റ് റാനും ലിറ്റിൽ റാനും. കച്ച് പെൻസുലയ്ക്കും കത്തിയവാർ പെൻസുലയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ജലാശയം കച്ച് ഉൾക്കടലും റാൻ ഓഫ് കച്ചിൻ്റെ തെക്കേ അറ്റത്ത് കാണപ്പെടുന്ന വരണ്ട പുൽമേടുകൾ ബന്നി പുൽമേടുകളും ആണ്. തെക്ക് പടിഞ്ഞാറൻ മൺസൂണിൻ്റെ പ്രവാഹം കൂടുതലായി അനുഭവപ്പെടുന്ന ഇന്ത്യൻ ഭൂപ്രദേശമാണ് പടിഞ്ഞാറൻ തീരസമതലം. പടിഞ്ഞാറൻ തീരസമതലത്തെ മൂന്നായി തരം തിരിച്ചിരിക്കുന്നു. 1. മഹാരാഷ്ട്ര, ഗോവ, കർണാടകയുടെ വടക്കൻ പ്രദേശം എന്നിവ ഉൾപ്പെടുന്ന തീരമായ കൊങ്കൺ തീരം. 2. പടിഞ്ഞാറൻ തീരപ്രദേശത്തിൻ്റെ തെക്ക് ഭാഗം ലഗൂണുകൾ കാണപ്പെടുന്ന തീരപ്രദേശം. കർണാടകത്തിൻ്റെ തെക്കൻ തീരവും കേരള തീരപ്രദേശവും ഉൾപ്പെടുന്ന തീരമായ മലബാർ തീരം. ഇതിൽ വടക്കൻ മലബാർ തീരവും അറിയപ്പെടുന്നത് കർണാടക തീരം എന്നാണ്. 3. ഗുജറാത്ത്, കച്ച്, കത്തിയവാർ തീരം. ദ്വീപുകൾ. ലക്ഷദ്വീപ്. ഇന്ത്യയുടെ പടിഞ്ഞാറ് അറബിക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപസമൂഹം. ഇന്ത്യയിലെ ഏറ്റവും ചെറിയ കേന്ദ്രഭരണ പ്രദേശം. 1,00,000 ദ്വീപുകൾ എന്നർത്ഥം വരുന്ന ദ്വീപസമൂഹം. ഇന്ത്യയുടെ പവിഴദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപ്. ഉഷ്ണമേഖലാ പർദീസ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപാണ് ലക്ഷദ്വീപ്. ഈ ദ്വീപസമൂഹം 8 ഡിഗ്രി മുതൽ 12 ഡിഗ്രി വരെ വടക്ക് അക്ഷാംശ രേഖയിലും 71 ഡിഗ്രി മുതൽ 74 ഡിഗ്രി വരെ കിഴക്ക് രേഖാംശ രേഖയിലും സ്ഥിതി ചെയ്യുന്നു. 36 ദ്വീപുകളുള്ള ഈ ദ്വീപിൽ 10 എണ്ണത്തിൽ മാത്രമേ ജനവാസമുള്ളൂ. ലക്ഷദ്വീപിലെ പ്രധാന ദ്വീപുകളാണ് ബംഗാരം, മിനിക്കോയ്, കവരത്തി, അങ്കത്തി, അന്ത്രോത്ത്, കൽപ്പേനി, അമിനിധിനി, ചെത്ലാത്ത്, ബിത്ര, കിൽത്താൻ, കടമത്ത് എന്നിവ. ലക്ഷദ്വീപിലെ ഏറ്റവും വലിയ ദ്വീപ് ആന്ത്രോത്തും ഏറ്റവും ചെറിയ ദ്വീപ് ബിത്രയും. ജനസംഖ്യ കൂടിയ ദ്വീപ് കവരത്തിയും ജനസംഖ്യ കുറഞ്ഞ ദ്വീപ് ബിത്രയും. ഏറ്റവും തെക്ക് സ്ഥിതി ചെയ്യുന്ന ദ്വീപ് മിനിക്കോയും തലസ്ഥാനം കവരത്തിയുമാണ്. ലക്ഷദ്വീപിലെ മിനിക്കോയും മാലദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 8 ഡിഗ്രി ചാനലും ഇന്ദിരാ പോയിന്റിനെയും ഇന്തോനേഷ്യയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 6 ഡിഗ്രി ചാനലുമാണ്. ലക്ഷദ്വീപിനെ പൂർണ്ണമായി വേർതിരിക്കുന്ന സമുദ്രഭാഗം 11 ഡിഗ്രി ചാനലാണ്. ഇതിലാണ് അമിനി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് വടക്ക് ഭാഗത്ത്. ഇതിൻ്റെ തെക്ക് ഭാഗത്ത്
കണ്ണോന ദ്വീപ് കണ്ണൂർ ദ്വീപ് സ്ഥിതി ചെയ്യുന്നു. മിനിക്കോയ് ദ്വീപിനെ ലക്ഷദ്വീപിൻ്റെ ഭാഗങ്ങളായ സുഹൈലി, കൽപ്പേനി എന്നീ ഭാഗങ്ങളിൽ നിന്നും വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനലാണ്. മിനിക്കോയുടെ തെക്ക് പടിഞ്ഞാറ് ഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന മലേക്ക് അറ്റോളിൽ നിന്നും ലക്ഷദ്വീപിനെ വേർതിരിക്കുന്നത് 9 ഡിഗ്രി ചാനൽ തന്നെയാണ്. ആൻഡമാൻ ദ്വീപിനെയും നിക്കോബാർ ദ്വീപിനെയും തമ്മിൽ വേർതിരിക്കുന്ന സമുദ്രഭാഗം 10 ഡിഗ്രി ചാനലാണ്. ഉഷ്ണമേഖലയിലെ സമുദ്രങ്ങൾ കാണപ്പെടുന്ന കോറൽ പോളിപ്പുകൾ എന്ന ചെറു സമുദ്രജീവികളുടെ കാൽസ്യസ്രവം അടിഞ്ഞുകൂടി രൂപം കൊള്ളുന്ന പവിഴപ്പുറ്റുകൾക്ക് മേൽ രൂപപ്പെടുന്ന ദ്വീപുകളാണ് പവിഴദ്വീപുകൾ. ലക്ഷദ്വീപ്, ആൻഡമാൻ, നിക്കോബാറിലെ ചില ദ്വീപുകളെല്ലാം ഇതിന് ഉദാഹരണമാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകൾ ബംഗാൾ ഉൾക്കടലിൽ സ്ഥിതി ചെയ്യുന്ന ഇന്ത്യയുടെ ദ്വീപസമൂഹം. ഉൾക്കടൽ ദ്വീപുകൾ എന്നറിയപ്പെടുന്ന ഇന്ത്യൻ ദ്വീപ്, ന്യൂ ഡെൻമാർക്ക് എന്നറിയപ്പെട്ടിരുന്ന ദ്വീപസമൂഹമാണ് ആൻഡമാൻ ആൻഡ് നിക്കോബാർ. ഇതിലെ ആകെ ദ്വീപുകളുടെ എണ്ണം 572ഉം തെക്കേ അറ്റം ഇന്ദിരാ പോയിന്റും പഴയ പേര് നക്കവാരം ദ്വീപുകൾ എന്നും ഏറ്റവും വലിയ ദ്വീപ് മിഡിൽ ആൻഡമാൻ എന്നുമാണ്. ഷഹീദ് ആൻഡ് സ്വരാജ് ദ്വീപുകൾ എന്ന് ആൻഡമാൻ ആൻഡ് നിക്കോബാർ ദ്വീപുകളെ വിശേഷിപ്പിച്ചത് സുഭാഷ് ചന്ദ്രബോസും. ഈ ദ്വീപിൻ്റെ തലസ്ഥാനം പോർട്ട് ബ്ലെയർ, ദക്ഷിണ ആൻഡമാൻ എന്നുമാണ്. ബ്രിട്ടീഷ് ഭരണകാലത്ത് ആൻഡമാൻ്റെ തലസ്ഥാനം റോസ് ദ്വീപ് എന്നായിരുന്നു. ആൻഡമാൻ ദ്വീപുകൾ ഏറ്റവും ചെറിയ ദ്വീപ് കർലു ദ്വീപും നിക്കോബാർ ദ്വീപുകൾ ഏറ്റവും ചെറിയ ദ്വീപ് പിൻഖിലാവോ ദ്വീപുമാണ്. ഇന്ത്യയിലെ 2 അഗ്നിപർവ്വതങ്ങളാണ് ലിറ്റിൽ ആൻഡമാനിൽ സ്ഥിതി ചെയ്യുന്ന നിർജീവ അഗ്നിപർവ്വതമായ നർക്കൊണ്ടവും ഇന്ത്യയിലെ ഏക സജീവ അഗ്നിപർവ്വതമായ ബാരനും. ഇന്ത്യയിലെ ഒരു മഡ് വോൾക്കാനോയ്ക്ക് ഉദാഹരണമാണ് ബാരാതാങ്. ആൻഡമാനിലെ ഏറ്റവും ഉയരം കൂടിയ കൊടുമുടി സാഡിൽ കൊടുമുടിയും സൗത്ത് ആൻഡമാനെയും ലിറ്റിൽ ആൻഡമാനെയും തമ്മിൽ വേർതിരിക്കുന്നത് ഡെക്കാൻ പാസേജുമാണ്. ആൻഡമാൻ ആൻഡ് നിക്കോബറിലെ ഗോത്ര സമൂഹങ്ങളാണ് ജറാവ, സെൻഡിലേയസ് ഗ്രേറ്റ്, ഷോംപെൻ ട്രൈബുകൾ എന്നിവ. പ്രധാനമന്ത്രി നരേന്ദ്രമോദി 2018 ഡിസംബർ 30 പുതിയ പേരുകൾ പ്രഖ്യാപിച്ച ആൻഡമാനിലെ ദ്വീപുകളാണ് റോസ് ദ്വീപിലെ സുഭാഷ് ചന്ദ്രബോസ് ദ്വീപ്, നൈലിലെ ഷഹീദ്, ഷാക്കോയിലെ സ്വരാജ് എന്നിവ. മറ്റ് പ്രധാന ദ്വീപുകൾ ഇന്ത്യയിലെ അല്ലെങ്കിൽ ലോകത്തിലെ ഏറ്റവും ചെറിയ നദീജന്യ ദ്വീപ് ബ്രഹ്മപുത്ര നദിയിലെ ഒമാനന്ദയും ഇന്ത്യയിലെ ഏറ്റവും വലിയ തടാക ദ്വീപ് ചിൽക്ക തടാകത്തിലെ ഹണിമൂൺ ദ്വീപുമാണ്. പരീക്കുഡ് ദ്വീപ്, ബ്രേക്ക്ഫാസ്റ്റ് ദ്വീപ് എന്നിവ ചിൽക്ക തടാകത്തിൽ സ്ഥിതി ചെയ്യുന്നു. എലിഫൻ്റ ദ്വീപുകൾ സ്ഥിതി ചെയ്യുന്നത് മഹാരാഷ്ട്രയിലാണ്. സതീഷ് ധവാൻ സ്പേസ് സെൻറ്റർ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് ശ്രീഹരിക്കോട്ടയാണ്. ഇന്ത്യയുടെ തെക്ക് ഭാഗത്തുള്ള ദ്വീപ് രാഷ്ട്രം ശ്രീലങ്കയും ഇന്ത്യക്കും ശ്രീലങ്കയ്ക്കും ഇടയിൽ സ്ഥിതി ചെയ്യുന്ന ദ്വീപ് രാമേശ്വരവുമാണ്. ഇന്ത്യയിലെ ആദ്യത്തെ കറൻസി രഹിത ദ്വീപാണ് മണിപ്പൂരിലെ ലോക്താക് തടാകത്തിൽ സ്ഥിതി ചെയ്യുന്ന കരാങ് ദ്വീപ്. ഇന്ത്യയുടെ മിസൈൽ ദ്വീപ് എന്നറിയപ്പെടുന്ന ദ്വീപും ഇന്ത്യയിലെ ഉപരിതല മിസൈൽ ടെസ്റ്റ് ഫയറിംഗ് ദ്വീപും വീലർ ദ്വീപാണ്. ഇതിൻ്റെ ഇപ്പോഴത്തെ പേര് അബ്ദുൽ കലാം ദ്വീപ് എന്നാണ്. മജുലി ലോകത്തിലെ ഏറ്റവും വലിയ നദീജന്യ ദ്വീപായി ഗിന്നസ് ബുക്കിൽ ഇടം നേടിയ മജുലി ദ്വീപ് സ്ഥിതി ചെയ്യുന്നത് അസമിലെ ബ്രഹ്മപുത്ര നദിയിലാണ്. വൈഷ്ണവ സത്രങ്ങൾക്ക് പ്രസിദ്ധമായ അസമിലെ വിനോദസഞ്ചാര കേന്ദ്രമായ മജുലി ഇന്ത്യയിലെ ആദ്യ ദ്വീപ് ജില്ല കൂടിയാണ്. അസമിലെ 33ാമത്തെ ജില്ല. ഈ ദ്വീപ് ജില്ലയായി പ്രഖ്യാപിക്കുന്നതിന് മുമ്പ് ഇത് ജോർഹത്ത് ജില്ലയുടെ ഭാഗമായിരുന്നു. അസമിലെ നൈമതിയെ മജുലി ദ്വീപുമായി ബന്ധിപ്പിക്കുന്നതിന് വേണ്ടി ആരംഭിച്ച സംവിധാനമാണ് ഇൻലാൻഡ് വാട്ടർവേസ് അതോറിറ്റി ഓഫ് ഇന്ത്യ IWAI റോൾ ഓൺ റോൾ ഓഫ് റോ സംവിധാനം. ഇതോടുകൂടി ഇന്നത്തെ ക്ലാസ് അവസാനിക്കുന്നു. മറ്റൊരു ടോപ്പിക്കുമായി വീണ്ടും കാണാം. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, ഷെയർ ചെയ്യുക. തുടർന്നും വീഡിയോസ് കാണുന്നതിന് വേണ്ടി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെൽ ബട്ടൺ എനേബിൾ ചെയ്യുക.